അങ്ങനെ ജിതിൻ രാജ് ഡയറക്റ്റ് ചെയ്ത പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി സിനിമ OTT റിലീസ് വന്നിട്ട് കുറച്ചായി. പക്ഷെ ഞങ്ങളുടെ അവിടെ പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവൽ അതിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നിട്ട് പറയാം എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഒരു ഗംഭീര സിനിമ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മൂവിയാണ് പല്ലൊട്ടി 90s കിഡ്സ്. നിങ്ങൾ പലരും കണ്ടു കാണും ഈ സിനിമ ഇതിനോടകം തന്നെ. ഒരു ഗൃഹാതുരത്വം അല്ലെങ്കിൽ പഴയ നൊസ്റ്റാൾജിയിലോട്ടുള്ള തിരിച്ചുപോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു പ്യുവർ ജെമ്മാണ് ഈ സിനിമ. ജിതിൻ രാജ് ഡയറക്റ്റ് ചെയ്ത ഈ സിനിമയിൽ നമ്മുടെ നീരജ്, ഡാവിഞ്ചി തുടങ്ങിയ 2 ബാലതാരങ്ങളാണ് പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ഒരു ഭയങ്കരമായിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരി ആ ഡയറക്ടറോട് പറഞ്ഞ പോലെ ഇതൊരു ടൈം മെഷീനാണ്. നമ്മളെ പഴയ കാലത്തിലോട്ട് കൊണ്ടുപോകും. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതല്ലെങ്കിലും എനിക്ക് ചെറുപ്പകാലമൊക്കെ ഓർമ്മ വന്നു ഒരു ഈ സിനിമ കണ്ടപ്പോൾ. അങ്ങനെ കുറേ പേർക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ വളരെയധികം പഴയ കാലത്തിലോട്ട് പോവുകയും പഴയ ഓർമ്മകൾ, സ്കൂൾ ഓർമ്മകളൊക്കെ അങ്ങനെ വരികയും ചെയ്തു. കാരണം പണ്ടത്തെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെയല്ല. വളരെയധികം നിഷ്കളങ്കമായ നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു നമുക്കൊക്കെ. ഇന്ന് ഫോണ്, നെറ്റ്വർക്ക് അങ്ങനെ തുടങ്ങിയ പരിപാടികളൊക്കെ വന്നതിന് ശേഷം ഇപ്പോഴത്തെ പിള്ളേരടക്കം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചാറ്റൊക്കെയാണ്. പണ്ട് അങ്ങനെയല്ല. അന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസമല്ല കാണാൻ പറ്റുള്ളൂ സ്കൂളിൽ. അല്ലെങ്കിൽ അടുത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ പറ്റും. അല്ലാത്ത പക്ഷം പിറ്റേന്ന് സ്കൂൾ പോണ വരെ ഒരു ആകാംക്ഷയാണ്. ഒന്ന് വിശേഷങ്ങളായ രാത്രി നടന്ന ചില വിശേഷങ്ങൾ പറയുക, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് പോകുന്ന സമയത്തും അല്ലെങ്കിൽ ലീവുള്ള സമയത്ത് ഓരോ പരിപാടികൾ, കാര്യങ്ങൾ, അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു. അപ്പോൾ അതിനെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു കാണിക്കുമ്പോൾ നമുക്ക് വളരെയധികം പേഴ്സണലി ഭയങ്കര ഫീലാണ്. ഞാൻ ഈ സിനിമ OTT കണ്ടാണെങ്കിൽ പോലും ഈ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഈ സിനിമ കാണുകയും അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും അന്ന് പറയാൻ സാധിച്ചില്ല, എന്നെങ്കിലും പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മിസ്സാക്കാതിരിക്കേണ്ട ഒരു സിനിമയാണ് പല്ലൊട്ടി 90s കിഡ്സ്. കാണാത്തവരുണ്ടെങ്കിൽ അത്രയ്ക്കൊരു എന്താ പറയുക, നമുക്ക് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാം. വളരെ രസകരമായിട്ട് തന്നെ 2 കുട്ടികൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ത്രൂ ഔട്ട് അവരാണ് ക്യാരി ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ വലിയ കാസ്റ്റൊന്നുമില്ല. പിന്നെ സൈജു കുറുപ്പിൻ്റെ റോള്, മഞ്ജുള എന്ന കഥാപാത്രം ഒരു വളരെ നല്ല രസകരമായിട്ടുള്ള, നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ചില സൗഹൃദത്തിന് വിലമതിക്കാനാകാത്ത സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വിലയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് പല്ലൊട്ടി 90s കിഡ്സ്. കാരണം നമുക്കറിയാം സ്കൂൾ ഫ്രണ്ട്സ് എത്രത്തോളം, കാരണം നമ്മളെ ഒന്നും പ്രതീക്ഷിച്ചല്ല സ്കൂൾ തൊട്ടേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും സുഹൃത്തുക്കൾ സ്കൂൾ തൊട്ടുള്ള. കാരണം അന്ന് ഒന്നും അറിയാത്ത കാലത്ത് കൂടിയവരാണ് ഇന്നും ഒപ്പം നിൽക്കുന്ന. കാരണം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എന്താ പറയുക, നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കുറവും ഇല്ലായ്മയും എല്ലാം മനസ്സിലാക്കി നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള ആ സുഹൃത്തുക്കളുടെ ഒരു ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് അങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനും സന്തോഷിക്കാനും ഇനി ഇങ്ങനെയൊരു കാലം ഇല്ലെന്ന് ഓർത്ത് സങ്കടപ്പെടാൻ ഈ സിനിമ കാണുമ്പോൾ സാക്ഷിക്കും. വളരെയധികം ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ ഞാൻ വളരെ ഇമോഷണലായി. കാരണം ഇത്തരത്തിലൊരു ആ ഫേസ് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഫേസ് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പല്ലൊട്ടി 90s കിഡ്സ് കാണുക. ഡയറക്ടറിന് വലിയൊരു കൈയടിയാണ് ജിതിൻ രാജ് ബ്രോ. പിന്നെ പിള്ളേർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി കിട്ടില്ലായിരുന്നു. ആൻഡ് മ്യൂസിക് വൈസ് ആയാലും വളരെ ആ സിനിമയോട് ചേർന്ന് പോകുന്ന നല്ല രീതിയിലുള്ള ഒരു പാട്ടുകളും എല്ലാം കൂടെ നല്ല കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കാവുന്ന ഒരു സിനിമ കൂടിയാണ്. നല്ല നിഷ്കളങ്കതയുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു സിനിമയാണ് പല്ലൊട്ടി 90s കിഡ്സ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പോയി കാണുക. OTT മനോരമ മാക്സിൽ ഉണ്ട്. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.